ഈ ചൊറിയാൻ പോയവർക്ക് മാന്ത് കിട്ടുകയെന്ന് കേട്ടില്ല നിങ്ങൾ? ഈ ചൊറിയാൻ പോയവർക്ക് JCB കൊണ്ട് മാന്ത് കിട്ടുകയെന്ന് കേട്ടിട്ടുണ്ടോ? അതാണിപ്പം ഇറാൻ്റെ അല്ലെങ്കിൽ അമേരിക്ക യുദ്ധത്തിൻ്റെ അവസ്ഥ. അതായത് വെറുതെ ചൊറിയാൻ പോയിട്ടുള്ള ഇസ്രായേലും അമേരിക്കയും ഇപ്പം ഇറാൻ്റെ JCB കൊണ്ട് പുറത്ത് മാന്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദിവസം വന്ന് വീരവാദം വിടുക എന്നല്ലാണ്ട് ഒരു രക്ഷയില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥ. ഇന്നലെ ഒരൊറ്റ ദിവസം 4 വിമാനങ്ങളാണ്, എയർക്രാഫ്റ്റുകളാണ് തകർന്നു വീണത്. 4 ഏതാണെന്നായിരിക്കില്ലേ നിങ്ങൾ ആലോചിച്ച്. അതായത് നമ്മൾ F-35ൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു, പിന്നെ F-15ൻ്റെ വീഡിയോ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു അമേരിക്കൻ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ താഴെ വീഴുന്നത് നമ്മൾ കണ്ടു. അതൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി അടുത്തതും കൂടെ വന്നിട്ടുണ്ട്. അമേരിക്കയുടെ A-10 വിമാനം, A-10 വാത്ത് ഹോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വിമാനം കൂടെ ഇന്നലെ ഹോർമോസ് കടലിടുക്കിൻ്റെ ഇടയിൽ പോയിട്ട് വീണിട്ടുണ്ട്. അതും ഇറാൻ്റെ മിസൈൽ കൊണ്ടിട്ടാണ് വീണത്. അതായത് ഒരു ദിവസം 4 എയർക്രാഫ്റ്റ്, അതും നാലിൽ നിന്ന് മെച്ചമായിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ് ഒരൊറ്റ ദിവസം ഇറാൻ കൊണ്ട് വീഴ്ത്തിയത്. ഇതാണ് ഞാൻ പറഞ്ഞ മാന്തുക മാത്രമല്ല, അതും JCB കൊണ്ട് തന്നെ പുറം മാന്തുന്ന ഒരവസ്ഥ. അപ്പോൾ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തോളൂ. നമ്മൾ ഇന്നലെ തകർന്നു വീണ വിമാനങ്ങളുടെ ഒക്കെ ഒരു കണക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അതായത് ആദ്യം 1 വീണു, പിന്നെ 2 വീണു, പിന്നെ 2 വീണ 2 പേരെ തിരഞ്ഞാൻ പോയ മറ്റൊരു ഹെലികോപ്റ്റർ വീണു. അതിനേറ്റവും ശേഷം A-10 മറ്റൊരു വിമാനം കൂടെ താഴെ വീണിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ 4 വിമാനങ്ങളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത്. F-15 സ്ട്രൈക്ക് ഈഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള വിമാനം തെക്കൻ ഇറാനിൽ വെച്ചിട്ടാണ് വെടിവെച്ചിട്ടുള്ളത്. ഇതിലെ 2 പൈലറ്റുമാരെ കണ്ടെത്താനായിട്ട് പോയിട്ടുള്ള മറ്റ് വിമാനങ്ങളായിരുന്നു അപ്പാച്ചെ പോലത്തെ വിമാനങ്ങൾ, അല്ലെങ്കിൽ പാവ് ഹോക്ക് പോലത്തെ മറ്റ് വിമാനങ്ങൾ. അതിൻ്റെ കൂടെ A-10 വർത്ത് ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വിമാനം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയ കൂട്ടത്തിൽ ഒരു ഹെലികോപ്റ്റർ വീണു. പിന്നെ വീണത് A-10 വർത്ത് ഹോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വിമാനമാണ് വീണിട്ടുള്ളത്. ഇതിലെ പൈലറ്റ് സുരക്ഷിതനാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി പൈലറ്റിനെ കണ്ടുപിടിച്ചോ എന്നൊന്നും അറിയില്ല. പിന്നെ 2 പൈലറ്റിനെ തപ്പപ്പോയ ആളുകളായിരുന്നല്ലോ അവർ. ഈ 2 പൈലറ്റുമാരിൽ ഒരു പൈലറ്റിനെ അവർ റെസ്ക്യൂ ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തോട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ പൈലറ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഏകദേശം 20 മണിക്കൂറിൻ്റെ മേലായി ആ പൈലറ്റ് എവിടെയാണ്, എന്താണ്, അത് ഇറാൻ ക്യാപ്ചർ ചെയ്ത് പോയിട്ടുണ്ടോ, ഇനി വേറെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പാണോ എന്നുള്ള ന്യൂസുകളൊന്നും ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. അങ്ങനെ രണ്ടാമത്തെ പൈലറ്റിന് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിലാണ് ഈ ഒരു വിമാനം കൂടെ വീണിട്ടുള്ളത്. ഇനി അക്കൂട്ടത്തിൽ തന്നെ 2 H-60V പേവ് ഹോക്ക് ഹെലികോപ്റ്ററുകൾ വീണതായിട്ടും കൂടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്, ഒന്നല്ല, അങ്ങനെ 2 H-60 പേവ് ഹോക്ക് എന്താ പറയുക ഹെലികോപ്റ്ററുകളോട് ഇതിൻ്റെ കൂടെ തകർന്ന് വീണതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് നൈറ്റിൽ വന്നാട്ടോ. നൈറ്റിൽ ഏകദേശം ഒരു 2:30-3 മണിക്കാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ എന്ന് മാത്രം. പക്ഷേ അതിനുശേഷം പിന്നെ എന്താ വീണണമെന്ന് എനിക്കറിയില്ല. ഞാനും അതിനുശേഷം ഉറങ്ങി പോയിട്ടുണ്ടാവും. അതിനുശേഷം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ട്രംപ് ഭരണകൂടത്തിൻ്റെ പ്രസ്താവനകളും പ്രതികരണങ്ങളുമാണ് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ളത്. വിമാനങ്ങൾ തകർക്കപ്പെട്ടത് ഇറാനുമായുള്ള ചർച്ചകളെ ബാധിക്കില്ലെന്നും ഇതൊരു യുദ്ധമാണെന്നും പ്രസിഡന്റ് ട്രംപ് NBC ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ മിസൈലുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വിമാനങ്ങളൊക്കെ തകർന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു ചർച്ച ഇറാനുമായിട്ട് കിട്ടിയിട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് കിട്ടിയാൽ മതി, അതുകൊണ്ട് ഇത് വീണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ ട്രംപിനെയാണ് ഇന്നലെ കണ്ടത്. ട്രംപ് ഇത് NBC ന്യൂസിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വൈറ്റ് ഹൗസിലെ സാഹചര്യം പറയുകയാണെങ്കിൽ വളരെ കഷ്ടമാണ്. സൈനിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെ വൈറ്റ് ഹൗസിൽ എന്താ പറയുക ഒരുപാട് ആളുകളെ ഇന്നലെ പിരിച്ചു വിട്ടതായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുവരുടെ ചീഫ് സൈനിക മേധാവിനെ തന്നെ ഇന്നലെ പിരിച്ചു വിട്ടിട്ടുണ്ട്. കാരണം യുദ്ധം തോറ്റുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ എന്താ പറയുക, നന്നായിട്ട് കളിച്ചിരിക്കുന്ന ഒരു ടീം കളിയിൽ തോറ്റ് പോയി കഴിഞ്ഞാൽ ക്യാപ്റ്റനെ പുറത്താക്കുന്ന ഒരു പരിപാടി, ആ പരിപാടിയാണ് ഇപ്പം ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തോന്നിയ പോലെ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, പുതിയ ആളുകളെ പ്രഖ്യാപിക്കുന്നു, പുള്ളിക്ക് തോന്നിയ പോലെ. ഏതാണെങ്കിലും വല്ലാത്തൊരവസ്ഥ. ഇറാനെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്ന ട്രംപിനെയും ഇസ്രായേലിനെയും കാണുന്നത്. ഇതേ സമയത്ത് ഇസ്രായേലിലെ പല സ്ഥലത്തും മിസൈലുകൾ തുരുതുരാ വീകുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. മിസൈലുകൾ അതേപോലെ തന്നെ ബഹ്റൈനിലെ ബേസിൽ റിഫൈനറിയിലോട്ട് വീണു, കുവൈറ്റിൽ പോയി വീണിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ മിസൈലുകൾ വീകുന്നുണ്ട്. അവിടെയൊക്കെ വൻ നാശനഷ്ടങ്ങൾ അതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇപ്പം പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രതിരോധ വകുപ്പിനായിട്ട് ഏകദേശം $1.5 ട്രില്യൺ ബഡ്ജറ്റാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് $1.5 ട്രില്യൺ ബഡ്ജറ്റ് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യുദ്ധത്തിൻ്റെ മുൻഗണന നൽകുന്നതെന്നും അതുപോലെ തന്നെ അവരുടെ ഡേ കെയർ, മെഡിക്കൽ കെയർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്ത് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്തും ഈ യുദ്ധം, അതായത് കണ്ടവന് വേണ്ടിയിട്ട് ചെയ്യേണ്ട യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു എമൗണ്ടാണ് ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനെതിരെ വലിയ രീതിയിൽ അമേരിക്കയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്.
ഇനി താഴെ വീണിട്ടുള്ള 2 പൈലറ്റുമാരെ തെരഞ്ഞു പോയിട്ടുള്ള ന്യൂസിൽ ഒരാളെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. തകർന്ന് വീണ വിമാനത്തിൽ നിന്നും ഒരു പൈലറ്റിനെ, ക്രൂവിനെ വിജയകരമായിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അയാളിപ്പം ചികിത്സയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ രക്ഷാ ദൗത്യത്തിനിടെ ഇറാനിയൻ സേനയിൽ നിന്ന് വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന ഒരു വിമാനത്തെയും ഹെലികോപ്റ്ററിനെ ലക്ഷ്യമിട്ടിട്ട് ഇത് വന്നത് ന്യൂസ് വായിച്ചു ഒന്നുമില്ല കേട്ടോ. വെടിവെപ്പ് ഉണ്ടായെങ്കിലും ഈ ദൗത്യത്തിനിടെ മറ്റൊരു വിമാനമോ ഹെലികോപ്റ്ററോ തകർക്കപ്പെട്ടു എന്നുള്ള വാർത്ത ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് എന്നും കൂടെ ട്രംപിൻ്റെ അല്ലെങ്കിൽ US സെൻട്രൽ കമാൻഡിൻ്റെ സൈഡിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഒറ്റ വിമാനമേ വീണിട്ടുള്ളൂ. പിന്നെ വീണ ഹെലികോപ്റ്ററുകളും അതിനുശേഷം വന്ന A-10 വിമാനങ്ങളൊന്നും വീണിട്ടില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. പിന്നെ ഈ കാണുന്ന വീഡിയോയും ഫോട്ടോസും ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിച്ച് തരാം എന്നായിരിക്കും അതിൻ്റെ ഒരു ഉള്ളടക്കം. അതാണെങ്കിൽ US സമയം വ്യാഴാഴ്ച രാത്രിയാണ് ഈ വിമാനങ്ങളൊക്കെ തകർന്ന് വീണിട്ടുള്ളത്. ആ സമയത്ത് ഇറാനിൽ പുലർച്ചെ സമയമായിരുന്നു. രാവിലെ തന്നെ ആളുകൾ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടാണ് ആളുകൾ അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് അയക്കുന്നത് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ക്രൂ അങ്ങനത്തെ കാണാതായിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഏകദേശം 21 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു സമയത്തിൽ ആൾ എവിടെ പോയി, ആൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇറാൻ ക്യാപ്ചർ ചെയ്തു പോയിട്ടുണ്ടോ ഒന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡിനോ അല്ലെങ്കിൽ ഇസ്രായേലികൾക്കോ ഒരു ഐഡിയയും ഇപ്പം ഇക്കാര്യത്തിൽ ഇല്ല. ഇനി അതുമാത്രമല്ല, മറ്റൊരു വീഡിയോ ഔട്ടായി വന്നിട്ടുള്ളത് ഹോർമോസ് കടലിടുക്കിലെ ഒരു എണ്ണക്കപ്പലിനും കൂടെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. കപ്പൽ ക്രോസ് ചെയ്യാൻ പോയിട്ടുള്ള അമേരിക്കൻ ഇസ്രായേലി സഖ്യകക്ഷികളുടെ ആരോടോ ഒരു കപ്പലാണ്. ഈ കപ്പലിൻ്റെ ഒരു ലോങ് സൈറ്റ് വീഡിയോ ഒക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. കപ്പലിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പുറത്ത് വന്നിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ലിപ്പ് മാത്രമാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇപ്പം ഏകദേശം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പുറത്തോട്ട് വരാനുള്ള സമയമായി. നമുക്ക് നോക്കാം. ഏതെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ രാവിലെ ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, ഈ കാണുന്നത് ഇപ്പം ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളാണ്. ഇസ്രായേൽ ഇതേ സമയത്ത് ഒരു ഇടതലവില്ലാണ്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ. അതുകൊണ്ട് അവിടുത്തെ ആളുകളും കഷ്ടപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നുണ്ട്. ഇപ്പം നമ്മൾ UAE അല്ലെങ്കിൽ ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ ഇവിടെ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ മലയാളികളടക്കം ഒരുപാട് പ്രവാസികളടക്കം അവിടുത്തെ ഒരുപാട് ആളുകൾ ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി പെട്ടുപോയിട്ടുള്ള ഒരുപാട് ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. ഏതാണെങ്കിൽ യുദ്ധം ആർക്കും ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുണ്ടെങ്കിലും ചില സമയത്ത് ചില യുദ്ധങ്ങൾ കാണുമ്പോണ്ടല്ലോ നമ്മൾ 2 ഭാഗങ്ങളായിട്ട് നമ്മളിപ്പോൾ എൻ്റെ ഒരു വീഡിയോയുടെ താഴത്തൊരു കമൻറ്റ് വന്ന് ബ്രോ അതായത് ചില ആളുകൾ ഇപ്പം ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ചില ആളുകൾ അതുപോലെ ഇപ്പം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ആ രാജ്യത്തെ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന രാജ്യത്തിന് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ തരത്തിലുള്ള വീഡിയോസ് ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ്ലി. പക്ഷേ രാജ്യത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തോട്ടെ. ഇപ്പോൾ അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തോട്ടെ. പക്ഷേ യുദ്ധം എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കണ്ടേ? യുദ്ധം ആരുണ്ടാക്കി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം, ഒക്കെ നമ്മൾ ആലോചിക്കണം. അതുമാത്രമല്ല, അവിടെ ചെന്നിട്ട് ആ രാജ്യത്തിന് സപ്പോർട്ട് ചെയ്തതിന് പകരം ആ രാജ്യത്തിന് കിട്ടുന്ന അടികളെപ്പറ്റി വീഡിയോ ചെയ്യുന്ന നമ്മൾ വെറും AI ക്രിയേറ്റഡ് വീഡിയോ ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ വെറുതെ പറഞ്ഞ് പറ്റിക്കുന്ന ആളുകളൊക്കെ ആയി. ആ രാജ്യത്ത് നിന്നിട്ട് ചന്തി കഴിയുന്നവന്മാരൊക്കെ വലിയ മറ്റേ കോത്തായത്തിലെ അണ്ണന്മാരായി നിൽക്കേണ്ട. അവിടുത്തെ യഥാർത്ഥ അവസ്ഥ ലോക മാധ്യമങ്ങളിനെ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെയൊക്കെ ബങ്കറിൽ കയറി കുത്തിരുന്നിട്ടുള്ള ഈ കക്കൂസുകളുടെ പരിപാടി വേണ്ട എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ആ കമൻറ്റ് ഇട്ട ചേട്ടൻ നല്ല രീതിയിലാണ് കമൻറ്റ് ഇട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം ഇന്നലെ രാത്രി നമ്മൾ വീഡിയോ 2:30-3 മണി വരെ സമയത്തിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുള്ള കാര്യം. അതിനുശേഷം എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത അപ്ഡേറ്റഡ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കുക. കാശലമൊന്നും ഇല്ലല്ലോ. മാക്സിമം ആളുകൾ അടുത്തോട്ട് ഈ വീഡിയോ എത്തിക്കാനും ട്രൈ ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം ബൈ.